ചാപ്റ്റർ 2 എവേ ഫ്രം ഡിസീസ്, വ്യാധികൾ പടരാതിരിക്കാൻ. ആ ഒരു പേര് കേട്ടാൽ തന്നെ അറിയാം ഇതിനെന്തിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. അസുഖങ്ങളെ കുറിച്ചും അവ എങ്ങനെയാണ് നമ്മൾക്ക് അസുഖങ്ങൾ വരുന്നത്, അത് വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ ഒരു കോൺവെർക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോക്ടറും ഒരു പേഷ്യൻ്റായ അവരായിട്ടുള്ളതാണ്. എന്താണ് ആ ഡോക്ടർ പറയുന്നത്? ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ. എനി വൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ. നിങ്ങളുടെ വീട്ടിൽ ഇതൊരു വൈറൽ ഫീവർ ആണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും പനിയുണ്ടോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. നമ്മളായാലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ അങ്ങനെ ചോദിക്കും അല്ലേ, വേറെ ആർക്കെങ്കിലും വയ്യായിക ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പൊ അതിന്റെ അമ്മ എന്ത് മറുപടി പറയുന്നത്? യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വർ എഫക്റ്റഡ്. എനിക്കും ഇവന്റെ സഹോദരിക്കും എന്തുണ്ടായിരുന്നു? പനി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തൊരു കാര്യം മനസ്സിലായി? അവരുടെ അമ്മയിൽ നിന്നും സഹോദരിയിൽ നിന്നും ആകാം ഈ കുട്ടിക്ക് പനി വന്നത് എന്നല്ലേ. അപ്പൊ ഡോക്ടർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്? എങ്ങനെയാണ് ഈ പനി വന്നത്, അതൊരു പകർച്ചവ്യാധിയാണോ വല്ല ആ ഒരു രീതിയിലൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഡോക്ടർ നമ്മളോട് വീട്ടിൽ ആർക്കെങ്കിലും പനിയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായതിന്? അസുഖങ്ങള് പകരുന്ന അസുഖങ്ങളും പകരാത്ത അസുഖങ്ങളും ഉണ്ടെന്നല്ലേ. പകരുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നമ്മൾ സമ്പർക്കം പുലർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ അസുഖം ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് പകരും. അങ്ങനെയുള്ള അസുഖങ്ങളെ നമ്മൾ പറയുന്നതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇനി ചില അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം അവരെടുത്തിരുന്ന് വർത്താനം പറഞ്ഞാലും ഇടപഴകിയാലും നമുക്ക് എന്ത് വരില്ല? ആ അസുഖങ്ങൾ നമുക്ക് പകരില്ല. അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാണ്? ഇപ്പൊ മഴക്കാലമൊക്കെയാണ്, ക്ലാസ്സിൽ കുട്ടികൾ ചുമ, പനി, അങ്ങനെയൊക്കെ ജലദോഷം ഇതൊക്കെ ആയിട്ട് വരും അല്ലെ. അപ്പൊ ഇത്തിരി കൂടുതലായിട്ട് ചുമ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ടീച്ചേഴ്സ് എന്ത് പറയും? വയ്യായിക പൂർണ്ണമായിട്ടും മാറിയിട്ട് ക്ലാസ്സിലേക്ക് വന്നാൽ മതി എന്ന് പറയും. എന്തുകൊണ്ടാ അത്? വന്ന കുട്ടിക്ക് കറക്റ്റ് റെസ്റ്റ് കിട്ടിയിട്ട് ആ അസുഖം മാറാൻ വേണ്ടിയിട്ടും പിന്നെയോ ആ കുട്ടിയിൽ നിന്ന് നമുക്ക് മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ആ അസുഖം പകരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണം അല്ലേ. അപ്പോൾ ഏതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മൾ അങ്ങനെ തൊട്ടെടുത്ത് ഇരുന്നാൽ പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ടെക്സ്റ്റ് ബുക്കിൽ 2 അസുഖങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയത്? ഡെങ്കു ഫീവർ, ജോണ്ടിസ്. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും. ഇതല്ലാതെ പിന്നെ ഏതൊക്കെയാ നിങ്ങൾക്കറിയാം? ചിക്കൻ ബോക്സ് കേട്ടിട്ടില്ലേ? നാട്ടുസൂക്കേട്, ചിക്കൻ ബോക്സ് അല്ലെ, അത് പകരും. പിന്നെയോ ചിക്കൻ ഗുനിയ, ആ ഒരു അസുഖത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ എന്താണ്? പകരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയണ കോളറ, പിന്നെയോ TB, ട്യൂബർകുലോസിസ്, ഇതൊക്കെ എന്താണ്? പകരുന്ന. പിന്നെ കോവിഡ് അല്ലെ, കോവിഡ് പകരുന്ന ഒരു അസുഖമല്ലേ, നമുക്കറിയണല്ലേ കോവിഡ്. ഇതൊക്കെ എന്താണ്? പകരുന്ന അസുഖങ്ങളാണ്. ഇതിലേതെങ്കിലും പേര് നിങ്ങൾക്ക് അറിയണതൊക്കെ എഴുതാട്ടോ. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകരാത്ത അസുഖങ്ങൾ ഏതൊക്കെയാ? ക്യാൻസർ, ഡയബറ്റീസ്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ക്യാൻസർ, ഷുഗർ അല്ലെ, പ്രമേഹം, ഇതൊന്നും എന്തെയില്ല? പകരില്ല. പിന്നെയോ BP, പ്രഷർ പകരോ? ഹൈപ്പർ ടെൻഷൻ എന്നാട്ടാ പ്രഷറിനാ പറയാ. അത് പകരോ? ഇല്ല അല്ലെ. BP, ഹൈപ്പർ ടെൻഷൻ രണ്ടും ഒന്ന് തന്നെയാട്ടാ, അത് പകരില്ല. പിന്നെ ഏതൊക്കെയാ? ആസ്മ, അത് പകരോ? ഇല്ല, അത് ആ വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വ്യക്തിയായിട്ട് സമ്പർക്കം പുലർത്തിയാൽ നമുക്കത് പകരത്തില്ല. പിന്നെയോ തിമിരം പകരോ? ഇല്ല. പിന്നെ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഞ്ചുറികൾ മറ്റുള്ളത് അതൊന്നും എന്ത് ചെയ്യില്ല? നമുക്ക് പകരത്തില്ല. ഹാർട്ട് ഡിസീസ് ആ ഒരു കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല? നമുക്ക് പകരത്തില്ല. അസുഖങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 2 തരത്തിലായിട്ട് പറയാം. ഒന്നെന്താണ്? പകർച്ചവ്യാധികൾ എന്നും, പിന്നെയോ പകരാത്ത രോഗങ്ങൾ അല്ലെ, പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങളും പകരാത്തവയും. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്ത്? പകർച്ചവ്യാധികൾ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ.
കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും എന്താണ് വൺ പേഴ്സൺ ടു അതേഴ്സ്, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് സംഭവിക്കുന്നു? സ്പ്രെഡ് ആകുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. ഒരു പേഴ്സണിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്നതിനെ നമ്മൾക്ക് എന്തെന്ന് പറയാം? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയാം. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് തന്നെ എന്ത് ചെയ്യും? കുറേ വ്യക്തികളിലേക്ക് വ്യാപിച്ച് പകരും. ചിലപ്പോൾ രാജ്യങ്ങളിലേക്ക് തന്നെ, ഒരു രാജ്യത്ത് നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഈ അസുഖം പടർന്നു പോകും. ചിലപ്പോൾ ഭൂഖണ്ഡത്തിൽ തന്നെ വ്യാപിക്കുന്ന രീതിയിൽ, വളരെ വലിയ രീതിയിൽ ഒരസുഖത്തെ വ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? മഹാമാരി അഥവാ പെൻഡമിക്സ് എന്നാണ് പറയാം. മഹാമാരി അഥവാ പെൻഡമിക്സ്. When communicable disease spread to other countries or continents, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്തിട്ട് എങ്ങനെയാണ്? മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കും. ആൻഡ് എഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഇറ്റ് ഈസ് കോൾഡ് എ പെൻഡമിക്. അതായത് ഒരുപാട് ആളുകളിലേക്ക് ഈ അസുഖം വ്യാപിച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെൻഡമിക്സ് എന്ന് പറയുന്നത്. സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലാഗ്, COVID-19 etc. are some of the pandemics that we have survived. ഈ പെൻഡമിക് എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾക്കുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മഹാമാരികൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് എഴുതാം? സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലാഗ്, COVID-19 എക്സെട്ര. COVID-19 ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മൾ ആ സമയത്തൊക്കെ ക്വാറന്റൈനിലൊക്കെ ഇരുന്നു അല്ലെ? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു. ഒരുപാട് ജനങ്ങൾക്ക് കോവിഡ് വന്നു അല്ലെ? കുറേ പേര് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു അസുഖങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെൻഡമിക് എന്ന് പറയുന്നത്. പെൻഡമിക്സ് എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെൻഡമിക്, മഹാമാരികൾ എന്ന് പറയുന്നത്. അതുപോലെ പ്ലേഗ്, അത് പണ്ട് ഉണ്ടായിരുന്നതാണ്. നമ്മൾ ഒരുപാട് ആളുകളും പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അതിനെയും നമ്മൾ സർവൈവ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. അപ്പോൾ നമ്മളിപ്പോൾ അസുഖങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അസുഖങ്ങൾ 2 തരത്തിലുണ്ട്. പകരുന്ന അസുഖങ്ങളും പകരാത്ത അസുഖങ്ങളും, കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ തന്നെ, പകരുന്ന അസുഖങ്ങളിൽ തന്നെ ചിലതെന്താണ്? ഒരുപാട് ജനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഒക്കെ പകരും. അവയെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മഹാമാരി എന്ന് പറയുന്നത്, പെൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ അസുഖങ്ങൾ കൈമാറാൻ അല്ലെങ്കിൽ പകരാൻ വേണ്ടി എന്താണ്? ചില തരം മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളുണ്ട്. ഈ പകരുന്ന അസുഖങ്ങൾ പകരാൻ കാരണക്കാരായിരിക്കും? ചില സൂക്ഷ്മജീവികളാണ്. അത് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ഇതൊക്കെയാണ് എന്ത്? സൂക്ഷ്മജീവികളിൽ പെടുന്നത്. ഇവര് ഈ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഒക്കെയാണ് എന്തിനു സഹായിക്കുന്നത്? ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ കാരണമാവുന്നത്. ഇങ്ങനെയുള്ള വൈറസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പാത്തോജൻസ് എന്ന് പറയുന്നത്. മനസ്സിലായ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിൽ അവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? രോഗകാരികൾ, പാത്തോജൻസ് എന്ന് പറയുന്നു. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. അല്ലേ? ഒട്ടുമിക്ക കമ്മ്യൂണിക്കബിൾ ഡിസീസിനും കാരണം ആരാണ്? മൈക്രോ ഓർഗാനിസംസ് ആണ്. ഏതൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്? ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി. ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നാക്കഡ് ഐ. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ സാധിക്കത്തില്ല അല്ലേ? വളരെ ചെറിയ സൈസാണ് അവയ്ക്ക്.
They are called pathogens because they cause disease. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പാത്തോജൻസ് എന്ന് പറയുന്നത്. കാരണം എന്താ, അവരാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. അങ്ങനെ നമ്മൾക്ക് അസുഖം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പാത്തോജൻസ്. രോഗകാരികൾ പാത്തോജൻസ് എന്ന് പറയുന്നത്. എല്ലാ മൈക്രോ ഓർഗാനിസവും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കോ? ഇല്ല. എല്ലാ മൈക്രോ ഓർഗാനിസവും നമുക്ക് എന്തില്ല, അസുഖങ്ങൾ ഉണ്ടാക്കുന്നവയല്ല. എല്ലാ മൈക്രോ ഓർഗാനിസവും പാത്തോജൻസ് അല്ല. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തോജൻസ്. എല്ലാ മൈക്രോ ഓർഗാനിസവും എന്തല്ല, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നവയല്ല, പാത്തോജൻസ് അല്ല. പിന്നെയോ പല മൈക്രോ ഓർഗാനിസംസ് അല്ലെ, പല ബാക്ടീരിയയും വൈറസും ഒക്കെ നമുക്ക് എന്താണ്, ബെനിഫിഷ്യലാണ്. നമ്മൾക്ക് പല ബാക്ടീരിയകളും നമ്മുടെ ബോഡിയിൽ എന്താണ്, പല ഗുണങ്ങളും ചെയ്യുന്നവയാണ്. എന്തൊക്കെയാണ് അവർ നമുക്ക് ചെയ്തിരുന്ന ഹെൽപ്പുകൾ? നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? നമ്മളുടെ ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. ദേ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. പിന്നെയോ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമ്മളുടെ മറ്റുള്ള ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ. ദോശമാവ് പുളിക്കുവാൻ വേണ്ടി എന്താണ്, ചില ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. ദോശ ബാറ്റർ ഈസ് ഫെർമെന്റഡ് ബൈ സർട്ടൈൻ ബാക്ടീരിയ. പിന്നെയോ നമ്മളുടെ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്ത് മണ്ണിലലിയാൻ അല്ലെ, ജീർണിച്ച് മണ്ണിലലിയാൻ വേണ്ടി ഈ ഓർഗാനിക് ജൈവ മാലിന്യങ്ങളൊക്കെ മണ്ണിലലിയാൻ വേണ്ടിയും ആര് സഹായിക്കുന്നുണ്ട്? ഒരുപാട് ബാക്ടീരിയകളും ഫംഗസും ഒക്കെ ഇതിനു വേണ്ടി സഹായിക്കുന്നുണ്ട്. ബാക്ടീരിയ ആൻഡ് ഫംഗൈ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. നമ്മളുടെ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സോയിലിൽ ആഡ് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? ബാക്ടീരിയയും ഫംഗസും സഹായിക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് എല്ലാം മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മളെ ദൈനംദിന ജീവിതത്തിലും നമ്മളുടെ ശരീരത്തിനുള്ളിലുള്ള പല പ്രവർത്തനങ്ങൾക്കും ആര് സഹായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് അബ്സോർബ് ചെയ്യാൻ, ഡൈജസ്റ്റ് ചെയ്യാൻ, ദഹന പ്രക്രിയ നടക്കാനൊക്കെ അല്ലേ. പിന്നെന്തിനൊക്കെയാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ദോശമാവ് പുളിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഓർഗാനിക് ജൈവ മാലിന്യങ്ങൾ വിഘടിച്ച് മണ്ണിൽ അലിയാൻ വേണ്ടി അല്ലെ, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് മണ്ണിൽ ചേർക്കുന്നതിനും ഈ ബാക്ടീരിയയും ഫംഗസും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെയുള്ള മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾ അറിയോ? കിച്ചണിൽ എന്താ, തൈര് അല്ലെ, പാല് പുളിച്ച് തൈരാവുന്നത് എന്താണ്? ഒരു ബാക്ടീരിയയുടെ സഹായത്തോടു കൂടിയാണ്. മനസ്സിലായ, ഒരു മൈക്രോ ഓർഗാനിസം അവിടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ എന്താണെന്ന് ഒരു വിധം നമ്മൾ മനസ്സിലായി. പിന്നെ ഫംഗി അല്ലെ, ഫംഗസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ റൊട്ടിയുടെ പൂപ്പലുണ്ടാവില്ലേ, റൊട്ടി കേടാവില്ലേ, ബ്രെഡ് കേടാവുമ്പോൾ അതിലൊരു വെളുത്തൊരു ഇത് കാണത്തില്ലേ, അതാണ് എന്ത്, ഫംഗസ് എന്ന് പറയുന്നത്. പിന്നെ എവിടെ കാണാൻ പറ്റും? നമ്മുടെ വസ്ത്രങ്ങൾ കരിമ്പൻ വരുമ്പോൾ കരിമ്പൻ വരുന്നതൊക്കെ എന്താണ്, ഫംഗസുകളാണ്. അതുപോലെ മനുഷ്യന് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളാണ് ഏതൊക്കെ? കാർഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഇവയൊക്കെ എന്താണ്, നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളാണ്. ഇവയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല, വളരെ ചെറുതാണ്. ഫംഗൈ. We are familiar with the bread mold and black mold found on cloth. അല്ലെ, തുണിയിലുള്ള കരിമനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. They are all fungi. അവയെല്ലാം ആരാണ്? ഫംഗസ് ആണ്, ഫംഗൈ ആണ്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ആർ സം ഓഫ് ദ ഫംഗൈ ദാറ്റ് കോസ് ഡിസീസ് ടു ഹ്യൂമൻ. നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകൾ ഏതൊക്കെയാണ്, ഫംഗൈ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ. ഇവയൊക്കെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളാണ്. അതുപോലെ നമ്മൾ കൂണ് കണ്ടിട്ടില്ലേ, മഷ്റൂം, അതും എന്താണ്, ഒരു ഫംഗൈ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫംഗസ് ഏതാണ്? അല്ലെങ്കിൽ the world of fungi include everything from edible mushroom to those that cannot be seen with the naked eye. നമ്മ കഴിക്കുന്ന മഷ്റൂം
അതും എന്താണ്? ഫംഗസ് ആണ് അല്ലെ. അപ്പൊ നമ്മ എന്തൊക്കെ പഠിച്ചു? അസുഖങ്ങൾ പകരുന്നവയും പകരാത്തവയും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. പകരുന്ന അസുഖങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണം എന്താണ്? ചില പാത്തോജൻസ് ആണ്, മൈക്രോ ഓർഗാനിസം അല്ലെ. അസുഖങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പാത്തോജൻസ് അഥവാ രോഗകാരികൾ എന്ന് പറയുന്നത്. ഈ രോഗകാരികൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഹൗ ഡിസീസ് സ്പ്രെഡ്, എങ്ങനെയാണ് ഈ അസുഖങ്ങൾ പകരുന്നത് എങ്ങനെയാണ്? ഈ ചിത്രത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നതൊക്കെ ഒരു കുട്ടിക്ക് ചുമയും ജലദോഷവും ഉണ്ട്. ഇപ്പൊ നമുക്ക് കോവിഡ് ആണെന്ന് വിചാരിക്കുക, അപ്പൊ ആ കുട്ടിക്ക് കൊറോണ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യാണ്? ചുമക്കുകയും തുമ്മയും ചെയ്യാണ്. പക്ഷെ എന്ത് യൂസ് ചെയ്യുന്നില്ല? തൂവാല, കർച്ചീഫ് യൂസ് ചെയ്യുന്നില്ല. നമ്മ പറയല്ലേ, ചുമക്കുകയും തുമ്മയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർച്ചീഫ് യൂസ് ചെയ്യണം എന്ന് പറയും. എന്തിനാ? അന്തരീക്ഷത്തിലേക്ക് അതധികം പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുട്ടി ചുമക്കുകയും തുമ്മയും ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? കവർ ചെയ്തില്ല, അതിൻ്റെ മുഖം കവർ ചെയ്തില്ല. പിന്നെയോ ഭക്ഷണ പദാർത്ഥങ്ങൾ, വേറൊരു ഭാഗത്ത് നോക്കി ഭക്ഷണ പദാർത്ഥങ്ങൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് തുറന്നു വെച്ചിരിക്കണം, അതിൽ നിറയെ ഈച്ചകളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ചുമച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അന്തരീക്ഷത്തിലേക്ക് ഈ വൈറസ് പടർന്നു അല്ലെ. അത് അടുത്ത് നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും? ഈ വായു ശ്വസിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? ഈ അസുഖം പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വായു മുഖേന അല്ലെ, വായുവിൽ പടർന്നിട്ടല്ല ആ മറ്റൊരു വ്യക്തിക്ക് കിട്ടിയത്. അപ്പോൾ വായു മുഖേനയും അസുഖങ്ങൾ പകരാം. ഇനിയും ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നു വെച്ചിട്ട് അതിലെന്ത് വന്നിരിക്കുകയാണ്? ഈച്ച വന്നിരിക്കുകയാണ്. ഈ ഈച്ച ഒരു പക്ഷേ എവിടെ പോയിരുന്നിട്ടുണ്ടായിരിക്കാം? ആരെങ്കിലും ചുമച്ച് തുപ്പിയതിലോ മറ്റു പല സ്ഥലത്തും പോയിരിക്കും അല്ലെ. ആ ഭാഗത്ത് എന്തുണ്ടാവാം? ഈ പാത്തോജൻസ് ഉണ്ടെങ്കിൽ ആ പാത്തോജൻസ് ആരെ കാലിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും? ഈ ഈച്ചയുടെ കാലിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഈച്ചയാണ് എവിടെ വന്നിരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ കഴിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പാത്തോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വേഗം എത്തും അല്ലേ. പിന്നെ ആ പാത്തോജൻസ് അവിടെ കിടന്ന് നമുക്ക് എന്ത് സംഭവിക്കും? ഈ അസുഖങ്ങൾ വരാൻ കാരണമാവും. അപ്പോൾ നേരത്തെ നമ്മൾ വായുവിലൂടെയാണ് പകരുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാ സംഭവിച്ചത്? ഈച്ചയാണ് കാരണക്കാരനായത് അല്ലേ. അപ്പോൾ ചില ഓർഗാനിസംസ്, ചില ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാത്തോജൻസിനെ, ഈ മൈക്രോ ഓർഗാനിസത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരി ചെയ്യുന്നുണ്ട് അല്ലേ, കൊണ്ടുവരുന്നുണ്ട്, നമ്മൾക്ക് അസുഖങ്ങൾ കൊണ്ടുതരാൻ കാരണക്കാരാവുന്നുണ്ട്. അവയെ നമ്മൾ എന്തെന്ന് പറയാ? വെക്റ്റർ എന്ന് പറയും, അഥവാ രോഗാണുവാഹകർ എന്നാണ് പറയാം. വെക്റ്റർ അഥവാ രോഗാണുവാഹകർ. അപ്പൊ എന്താണ് രോഗാണുവാഹകർ എന്ന് പറഞ്ഞാൽ? ഈച്ചയോ കൊതുകോ അങ്ങനെയുള്ള ജീവികളാണ് ആര്? രോഗാണുവാഹകർ എന്ന് പറയുന്നത്. നമുക്ക് ഏതൊക്കെ രീതിയിലൂടെ അസുഖം വരാം? ഈ ഈച്ച, കൊതു, പിന്നെന്താ എലി, ഇവയൊക്കെ എന്താണ്? പാറ്റ, ഇവയൊക്കെ എന്താണ്? രോഗാണുവാഹകരാണ്, വെക്റ്റേഴ്സ് ആണ്. പിന്നെയോ നമുക്ക് അസുഖം വരും, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വായുവിലൂടെ വരാം, ജലത്തിലൂടെ വരാം, പിന്നെയോ മണ്ണിലൂടെയും വരാം. ഇതൊന്നും ഇവിടെ എന്താ നടക്കണേ? ഒരു വെക്റ്റർ ഇല്ല, അതായത് രോഗാണുവാഹകരില്ല. നമുക്ക് മണ്ണിൽ നിന്നും ജലത്തിൽ നിന്നും നേരിട്ട് അസുഖം നമുക്ക് ബാധിക്കുകയാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഈച്ചയോ കൊതുക് നമ്മ കടിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഈച്ച നമ്മളെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നതിലൂടെയോ ഒക്കെ നമുക്ക് എന്ത് വരാം? അസുഖങ്ങൾ വരാം. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അതിലെന്താ? ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻറ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസ് ദേ കോസ്. എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ മൈക്രോ ഓർഗാനിസംസ് വരും? നമുക്ക് മനസ്സിലായി അല്ലെ, 2 തരത്തിൽ വരും. ഒന്നെങ്ങനെയാ? വെക്ടേഴ്സ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരും. മറ്റേതോ? ത്രൂ വെക്ടേഴ്സ് മുഖാന്തരം, രോഗാണുവാഹകർ മൂലവും നമുക്ക് അസുഖം പിടിപെടും. മനസ്സിലായില്ലേ? അപ്പോൾ രോഗാണുവാഹകർ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് അസുഖം വരുന്നത്? ഒന്ന് മണ്ണിലൂടെ, അല്ലെങ്കിൽ എയറിലൂടെ, അല്ലെങ്കിൽ എന്താണ്? വാട്ടർ ആൻഡ് ഫുഡ്, ഭക്ഷണത്തിലൂടെ നമുക്ക് വരും. അപ്പോൾ മണ്ണിലൂടെ വരുന്ന അസുഖങ്ങൾ ഏതാണ്? വോം ഡിസീസ്, വിരശല്യം ഒക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ എങ്ങനെയാ? നമ്മൾ ചെരുപ്പിടാതെ മണ്ണിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ചെറിയ ചെറിയ സുഷിരങ്ങളിൽ കൂടി ഈ വേംസിൻ്റെ എഗ്ഗ് നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അങ്ങനെ നമ്മളെ ബ്ലഡ് സർക്കുലേഷനിലൂടെ അത് പോയിട്ട് എവിടേക്ക് എത്തും? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തും, ചെറുകുടലിൽ എത്തും.
അപ്പോൾ ഈ ചെറുകുടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വേംസിന് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ ചെറുകുടൽ. അവിടെ എന്താണ്? ഒരുപാട് ന്യൂട്രിയൻസ് മറ്റൊക്കെ ഉണ്ട്. അപ്പം ഈ എഗ്ഗ് എന്ത് ചെയ്യും? ആ ചെറുകുടലിൽ എത്തുമ്പോൾ എഗ്ഗ് വിരിഞ്ഞ് അവിടെ എന്ത് വരും? വേംസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ഈ വേംസിന് വേണ്ട ഫുഡ് കാര്യങ്ങൾ എവിടെ നിന്നാ കിട്ടുക? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നാ കിട്ടുക. ഈ വേംസിന് നമ്മൾ എന്താ പറയാ? പാരസൈറ്റ്സ് എന്നാ പറയാ. നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? എപ്പിഫൈറ്റ്, സെമി പാരസൈറ്റ്, ടോട്ടൽ പാരസൈറ്റ്. പാരസൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അവർ ജീവിക്കുക. അവയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈ വേംസ് ഒക്കെ എന്താ? നമ്മളെ ചെറുകുടലിലുള്ള ഫുഡൊക്കെ എടുത്ത് കഴിച്ച് നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള അവർക്ക് വേണ്ട മിനറൽസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ച് അവരവിടെ സുഖമായി കഴിയും. അങ്ങനെ അപ്പം ഇത് കുറേ എണ്ണം പെരുകി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വയറുവേദന, മറ്റുള്ള പല അസുഖങ്ങളും വരും. അടുത്തതാണ് ടെറ്റനസ്. ഇതെങ്ങനെയാ വരാ? ഇപ്പോൾ നമുക്കിത് അറിയുന്നതാണ്. ഒക്കെ എടുക്കില്ലേ? നമുക്ക് വല്ല മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, അപ്പോൾ തുരുമ്പിച്ച വല്ല വസ്തുക്കളൊക്കെ നമ്മുടെ കയ്യിൽ, കാലിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് വരും? ഈ ടെറ്റനസ് എന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയ, ക്ലോസ്ട്രീഡിയം ടെറ്റനാണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് വരും. പിന്നെ എങ്ങനെയൊക്കെ വരാൻ പറ്റും? നമ്മുടെ മുറിവിൽ മണ്ണ് പുരളുക, മണ്ണൊക്കെ പറ്റുക, അതുപോലെ വല്ല മൃഗങ്ങളൊക്കെ കടിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? ഈ ടെറ്റനസ് എന്ന് പറഞ്ഞ അസുഖം നമ്മൾക്ക് വരും. അപ്പം അതിനെതിരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെ? ടി എടുക്കാറില്ലേ? ഇഞ്ചക്ഷൻ പോയി എടുക്കാറില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ടെറ്റനസ് എന്ന് പറഞ്ഞ ഈ ബാക്ടീരിയയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത്. ത്രൂ എയർ, ട്യൂബർകുലോസിസ്, TB. നമുക്കറിയാം TB ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഭയങ്കര ചുമയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ TB ഉണ്ടാക്കാൻ കാരണക്കാരായ പാത്തോജൻസ് എവിടേക്ക് വരും? അന്തരീക്ഷത്തിലേക്ക്, വായുവിൽ പടരും. ഈ വായു നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കും ആ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഇനി അവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി വേറൊരു അസുഖം എന്താണ്? വായുവിലൂടെ പകരുന്ന മറ്റൊരു അസുഖം ഏതാണ്? വൈറൽ ഫീവർ പകരില്ലേ? കോമൺ കോൾഡ്, സാധാ പനി അല്ലെ? സാധാരണ പനിയൊക്കെ എന്താണ്? നമ്മളുടെ വായുവിലൂടെ പകരുന്നതാണ്. പിന്നെയോ ഇൻഫ്ലുവൻസ, COVID-19, ഇതൊക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. ഇത് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പേരെഴുതിക്കോളൂ കേട്ടോ. പിന്നെയോ ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന അസുഖങ്ങൾ ഏതാണ്? ടൈഫോയിഡ്. അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്താണ് ടൈഫോയിഡ്? നമ്മൾ വൃത്തിയില്ലാത്ത ഭക്ഷണങ്ങൾ, മൂടി വയ്ക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ വൃത്തിഹീനമായ നേരാവണ്ണം തിളപ്പിച്ച് അല്ലെങ്കിൽ ശുചീകരണം നടത്താത്ത വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഈ പാത്തോജൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻസ് വരും. പിന്നെ വയറിളക്കം അറിയില്ലേ? കോളറ. ഇതൊക്കെ എന്താണ്? നമ്മൾ വൃത്തിയില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് വരുന്ന അസുഖമാണ് കോളറ. പിന്നെ മഞ്ഞപ്പിത്തം, ജോണ്ടിസ്, ഇതൊക്കെ എന്താണ്? ഭക്ഷണം, വെള്ളമൊന്നും വൃത്തിയില്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങളാണ്. ഇനി ത്രൂ വെക്ടേഴ്സ്, ഏതൊക്കെയാണ് രോഗാണുവാഹകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് രോഗാണുവാഹകർ? ഒന്ന് നോക്കിയേ. നമുക്കറിയാം മോസ്കിറ്റോ, കൊതുക് ഒരു രോഗാണുവാഹകരാണ് അല്ലെ? കൊതുവിൽ നിന്ന് നമുക്ക് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഡെങ്കു ഫീവർ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെങ്കു ഫീവർ ആരെയും അത് കൊതുകിൽ നിന്നാണ് വരുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ എന്തെന്താണ്? മോസ്കിറ്റോ എന്ന് എഴുതണം കേട്ടോ. ഡെങ്കു ഫീവർ. പിന്നെയോ ചിക്കൻ ഗുനിയ, കേട്ടിട്ടുണ്ടോ? ചിക്കൻ ഗുനിയ ഇതെങ്ങനെയാ? കൊതുക് കടിച്ച് നമുക്ക് വരുന്നതാണല്ലേ. അസുഖമുള്ള ഒരാളെ ഈ കൊതുക് കടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ കൊതുകിൻ്റെ കുത്തുന്ന ആ ഏരിയയിലെ കൊമ്പ് പോലെ ഇരിക്കണം ആ ഏരിയയിലേക്ക് ഈ പാത്തോജൻസ് ഇൻഫെക്റ്റഡ് ആയ വ്യക്തിയുടെ ശരീരത്തിൽ ഈ ബ്ലഡിൽ എന്ത് കിടക്കായിരിക്കും? ഈ പാത്തോജൻ കിടക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ കുത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കൊതുവിന് ആ ഒരു പാത്തോജൻസ് ഈ കൊതുകിൻ്റെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ വന്നവരിക്കും. ഈ കൊതുക് വന്നിട്ടാണ് നമ്മളെ പിന്നെ കടിക്കണത്. അസുഖമൊന്നുമില്ലാത്ത മറ്റു വ്യക്തികളെ കടിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാണ്? ഈ പാത്തോജൻ ആ വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. പിന്നെ അയാളുടെ ബ്ലഡിലേക്ക് നേരിട്ടെത്തല്ലേ, പിന്നെ അത് മുഴുവൻ അയാളുടെ ശരീരത്തിലേക്ക് പകരുകയും അയാൾക്ക് ആ അസുഖം വരികയും ചെയ്യും. ഏതൊക്കെയാണ് കൊതുക് മൂലം പകരുന്നതെന്ന് പറഞ്ഞ്? ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, മന്തുരോഗം അല്ലേ? മന്തൊക്കെ എങ്ങനെ കൊതുകടിച്ചിട്ടാണ് വരുന്നത്. ഇനി അടുത്തത് ഏതാണ് രോഗാണുവാഹകരായിട്ട് പറയാൻ പറ്റുന്നത്? ഈച്ച പറയാം അല്ലെ? നമുക്ക് ഹൗസ് ഫ്ലൈ മൂലം പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ടൈഫോയിഡ്
ടൈഫോയിഡ് എങ്ങനെയാണ് നമ്മൾ ഈ ഈച്ച ഏതെങ്കിലും ടൈഫോയിഡ് എഫക്റ്റഡ് ആയ വ്യക്തിയുടെ എന്തെങ്കിലും വിസർജ്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിരിക്കുകയും ആ ബാക്ടീരിയ ഈ ഈച്ചയുടെ കാലിൽ ഉണ്ടായിരിക്കും അല്ലെ, ഈ പാത്തോജൻ, ആ പാത്തോജനെയും കൊണ്ടുപോയിട്ട് എവിടെ ഇരിക്കും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് നമ്മ ഇത് കഴുകാതെ അല്ലെങ്കിൽ അത് മൂടി വെക്കാത്ത ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, നമുക്കും ആ അസുഖങ്ങൾ വരും. അപ്പോൾ ഈച്ച എങ്ങനെയാണ്, ഈച്ച പരത്തുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്, ടൈഫോയിഡ്, കോളറ. ഇനി അടുത്തത് ആരാണ് രോഗാണുവാഹകർ വന്നേക്കണേ, ഹ്യൂമൺ. മനുഷ്യൻ എങ്ങനെയാണ്, മനുഷ്യൻ ഏതൊക്കെ അസുഖങ്ങൾ പരത്തും, മനുഷ്യർക്ക് തന്നെ പല അസുഖങ്ങളും കൊടുക്കാറില്ലേ, ഏതൊക്കെയാണ് കൊടുക്കുന്നത്, കോവിഡ് നമ്മ പറഞ്ഞു അല്ലേ, കോവിഡ് എങ്ങനെയാ പകർന്നത് നമുക്ക്, കോവിഡ് ബാധിച്ച ഒരു വ്യക്തി നമ്മളെ തൊടുകയോ അല്ലെങ്കിൽ ആ വ്യക്തി തൊട്ട വസ്തുക്കളെ തൊടുകയോ അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിൽ ആ ഒരു ബാക്ടീരിയ ചുമ അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഒരു പകരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വരും അല്ലേ. അപ്പം മനുഷ്യനിൽ നിന്നല്ലേ നമുക്ക് ആ അസുഖം കിട്ടുന്നത്. അപ്പം നമുക്ക് എഴുതിക്കൂടെ, COVID-19 ആര് പരത്തിയതാ, ആര് മുഖാന്തരാണ് പറയുന്നത്, മനുഷ്യൻ അതൊരു വെക്ടർ ആയിരുന്നു അല്ലേ. പിന്നെ ലെപ്രസി, കുഷ്ഠം അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, കുഷ്ഠം അതെന്താണ്, മനുഷ്യരിൽ നിന്നാണ് പകരുന്നത്. ഇനി അടുത്തത് എന്താണ്, ബേർഡ്സ്, പക്ഷികളിലൂടെയും അസുഖങ്ങൾ പകരില്ലേ, ഏതൊക്കെയാ, ബേർഡ് ഫ്ലൂ, പക്ഷിപ്പനി കേട്ടിട്ടില്ലേ, അതെങ്ങനെയാ, പക്ഷികളിൽ നിന്നാണ് പകരുന്നത്. അതുപോലെ നമുക്ക് പേവിഷബാധ, അതെങ്ങനെയാ കിട്ടുന്നത്, ആനിമൽസിൽ നിന്നല്ലേ, റാബിസ് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയാ വരുന്നത്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പട്ടികളോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ കടിക്കുകയോ മാന്തുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, റാബിസ് വരുന്നത് അല്ലേ, പേവിഷബാധ നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല മറ്റുള്ള ജീവികളിൽ നിന്ന് നമുക്ക് അസുഖം വരുന്നു അല്ലെ. അപ്പൊ ആ ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ്. അവരെന്താണ്, ജീവികളാണ്. ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിയിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് ആണ്. അവരെന്ത് ചെയ്യാണ്, അവർ ഡിസീസ് അല്ലെ അസുഖം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് അവർ ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കും, അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലൂ, മോസ്കിറ്റോ, ബാറ്റ് എക്സെട്ര ആർ സം ഓഫ് ദ വെക്ടേഴ്സ് ഓർഗാനിസംസ്. ഇവയൊക്കെ എന്താണ്, വെക്ടേഴ്സ് ആണ്. ഈ കുറച്ച് ജീവികൾ എന്താണ്, വെക്ടേഴ്സ് ആണ്. അവ എന്ത് ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തെ, പാത്തോജൻസിനെ അവർ ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കും. രോഗകാരികളായ സൂക്ഷ്മജീവികളെ ക്യാരി ചെയ്യുക, സൂക്ഷ്മജീവികളെ നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് ആര്, രോഗാണുവാഹകർ. ഈച്ച, എലിച്ചെള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ ആ രോഗാണുവാഹകരിൽ പെടും. അടുത്തത് പരിസരം മലിനമാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിഹീനമായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, നമുക്ക് അസുഖങ്ങൾ വരും അല്ലേ. എങ്ങനെയായിരിക്കും നമുക്ക് മലിനമായ അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അസുഖങ്ങൾ വരാ, വെള്ളം കെട്ടിക്കിടക്കുക മറ്റു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെയോ ഫുഡ് വേസ്റ്റ് തിന്നാൻ വേണ്ടി ആര് വരും, എലികൾ വരും അല്ലേ. ഈ എലികളൊക്കെ അവിടെ അവയുടെ വിസർജനങ്ങളൊക്കെ വിസർജ്യം എന്ത് ചെയ്യാണ് അവിടെ ഇതാവും. അതെന്തിൽ നമ്മളുടെ വെള്ളവുമായിട്ട് കലരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ കെട്ടിക്കിടക്കണ മലിനജലത്തിൽ നമ്മളുടെ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മളറിയാതെ ആ കാല് ആ വെള്ളത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവിലൂടെ എന്ത് സംഭവിക്കും, എലിപ്പനിക്ക് കാരണമായ പാത്തോജൻ നമ്മുടെ ശരീരത്തിൽ എത്തും. നമുക്ക് പിന്നെ എന്ത് വരും, എലിപ്പനി വരും. മനസ്സിലായി, എലിയുടെ മൂത്രം അതൊക്കെ എന്തെങ്കിലും വിസർജന വസ്തുക്കൾ ആ ഒരു വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അത് പോകുന്നില്ലല്ലോ, അത് അവിടെ തന്നെ അല്ലേ, അതിൻ്റെ പാത്തോജൻസ് ഒക്കെ ആ വെള്ളത്തിൽ തന്നെ കിടക്കല്ലേ. അപ്പം നമ്മുടെ കാലോ കയ്യോ എന്തെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആ മുറിവ് ആ വെള്ളവുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു ഇൻഫെക്ഷൻ വരുത്തുന്ന പാത്തോജൻ നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുകയും നമ്മൾക്ക് അസുഖം വരികയും ചെയ്യും.
പിന്നെ ഈച്ചകൾ അല്ലേ, ഈ ഓർഗാനിക് മാറ്ററുകളിൽ ചീയുന്ന വസ്തുക്കൾ, ജീവിജാലങ്ങളോ മറ്റൊക്കെ ആ ഒരു ഇതിലാണ് ഈച്ചകൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് മുട്ടയിട്ട് പെരുകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ അവ എന്ത് ചെയ്യും, ആ ഒരു ഏരിയയിൽ കുറേ മുട്ടയിട്ട് കുറേ ഈച്ചകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈച്ചകളൊക്കെ പെരുക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഏരിയ, നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും മാത്രം ശുചിയായാൽ പോരാ, പിന്നെയോ നമ്മുടെ പരിസരവും എന്ത് വേണം, വൃത്തി വേണം. അപ്പം മാത്രം നമുക്ക് അസുഖങ്ങൾ പിടിപെടാതിരിക്കത്തുള്ളൂ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് വെക്ടേഴ്സിൻ്റെ പേര് ഏതൊക്കെയാണ്, ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്. കണ്ടീഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇവർ പെരുകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം മോസ്കിറ്റോ എവിടെയാണ്, വെള്ളം അല്ലേ, ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ, ഒഴുക്ക് വെള്ളം അല്ലാത്തടത്ത് എന്തായിരിക്കും, ഈ കൊതുക് പെറ്റുപെരുകും. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും എന്ത് ചെയ്യും, കൊതുക് മുട്ടയിട്ട് വളരുന്നു. അത് നമുക്കറിയാം. ഈച്ച എവിടെയാണ് ഈച്ച കൂടുതലായിട്ട് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ, അഴുകുന്ന ജൈവ മാലിന്യങ്ങളിലും പിന്നെന്താണ് മോയിസ്റ്റ് ഓർഗാനിക് വേസ്റ്റ് അല്ലെ, ഈർപ്പമുള്ള നമ്മളുടെ വേസ്റ്റ് ഐറ്റംസ്, ഓർഗാനിക് വേസ്റ്റ് ഐറ്റംസിലൊക്കെയാണ് ഈച്ച മുട്ടയിട്ട് പെരുകുന്നത്. ഹൗസ് വൈഫ് ബ്രീഡ് ഇൻ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ, പിന്നെയോ മോസ്റ്റ് ഓർഗാനിക് വേസ്റ്റ്, ഈർപ്പമുള്ള ജൈവ മാലിന്യങ്ങളിലാണ് ഈച്ച മുട്ടയിട്ട് പെരുകുന്നത്. പിന്നെ എലി എങ്ങനെയാണ്, റാറ്റ് എങ്ങനെയാണ്, നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റ് പ്രൊഡക്റ്റൊക്കെ എന്താണ്, അത് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി എലി വരും അല്ലേ. അങ്ങനെ അത് അങ്ങനെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ അവൈലബിൾ ആയ ഒരു ഏരിയയിലല്ലേ അവർ താമസിക്കുക, നമ്മൾ പഠിച്ചില്ലേ ആവാസത്തിൽ. പിന്നെയോ അവ പെറ്റുപെരുകുന്നതോ ആ ഒരു ഏരിയയിൽ തന്നെ അവർ വളരാനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ വേസ്റ്റ് എന്ത് ചെയ്യണം, കൃത്യമായി തന്നെ നമുക്ക് കൊതുക് കടി ഏൽക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ സന്ധ്യാസമയം ആവുമ്പോൾ എന്ത് ചെയ്യുക, ജനാലയും വാതിലൊക്കെ ക്ലോസ് ചെയ്യുക അല്ലേ. ഈവനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡോറും വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്തിട്ട്, അപ്പോൾ എന്ത് ചെയ്യില്ല, കൊതുകിന് അകത്തേക്ക് വരാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബെഡിൻ്റെ അവിടെ നെറ്റൊക്കെ യൂസ് ചെയ്യുക. കുഞ്ഞുവാവകളൊക്കെ കിടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കൊതുകടി ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടി നെറ്റ് യൂസ് ചെയ്യും. പിന്നെയോ പുകയിടുക അല്ലേ, ഫോഗി. അപ്പോൾ എന്താണ്, പുക ഇട്ട് കഴിഞ്ഞാൽ കൊതുകിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ കൊതുകിനെ കളയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് നമ്മ ഈ പറഞ്ഞത്. ഇനി രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് അല്ലേ. നമ്മൾ പഠിച്ചു, കുറേ അസുഖങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പഠിച്ചു. അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? തിങ്ക് ടു കീപ് ഇൻ മൈൻഡ് ടു പ്രിവെന്റ് ഡിസീസസ്. അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, എന്തൊക്കെ മുൻകരുതൽ ചെയ്യാം എന്നുള്ളതാണ്. യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. നമ്മ ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നന്നായി കഴുകണം അല്ലേ. കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തായിരിക്കണം? ക്ലോസ് ചെയ്തത് അല്ലെങ്കിൽ കവർ ചെയ്തിട്ടുള്ളതായിരിക്കണം. തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും നമ്മൾ കഴിക്കരുത്. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. കുടിക്കുന്നത് എങ്ങനത്തെയുള്ള വെള്ളമായിരിക്കണം? നല്ല ശുദ്ധിയുള്ള തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വെള്ളങ്ങളായിരിക്കണം അല്ലേ. ഇൻഫെക്ഷൻ ഒന്നും വരാത്ത നല്ല വൃത്തിയുള്ള വെള്ളമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ, കുടിക്കാനായിട്ട് യൂസ് ചെയ്യണത്. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്ട്. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? ഏതൊക്കെയാണ് നമുക്ക് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന ഒരു അസുഖം എന്ന് ആലോചിച്ച് നോക്കിയേ. കോവിഡിനെ ആലോചിച്ച് നോക്ക്. കോവിഡ് വന്നൊരു വ്യക്തിയുടെ നമ്മൾ പോയി കോണ്ടാക്ട് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ. നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു അസുഖം ബാധിച്ച വ്യക്തിയായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉപേക്ഷിക്കുക, കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, അടുത്ത് പോവാതിരിക്കുക.
ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺ ഹാൻഡ് കർച്ചീഫ് ക്ലോത്ത് എക്സെട്ര. അസുഖബാധിതരായ ഡ്രസ്സോ അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ കർച്ചീഫോ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. അവരുടെ പ്ലേറ്റ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്ത് വരില്ല, അസുഖം വരുന്നത് കുറച്ച് കുറയും, തടയാൻ സാധിക്കും. യൂസ് മാസ്ക്. നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അസുഖബാധിതരുള്ള സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാസ്ക് ധരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് വരില്ല, അസുഖം പെട്ടെന്ന് പിടിപെടില്ല. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. പിന്നെയോ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്, നമുക്ക് നമ്മുടെ വൃത്തി വേണം അല്ലേ, വ്യക്തി ശുചിത്വം പാലിക്കണം. 2 നേരം കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നഖം വൃത്തിയായി വെട്ടി സൂക്ഷിക്കുക. അതിൻ്റെ നഖം ഇനി അഥവാ വളർത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവരുത്, അഴുക്കുകളൊന്നും വെക്കാതെ എപ്പോഴും നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം. പിന്നെയോ ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്. എങ്ങനെയാണ് നമ്മളുടെ മണ്ണിലൂടെയും പിന്നെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലൂടെയും നമുക്ക് വരുന്ന അസുഖങ്ങൾ തടയാനായിട്ട് നമ്മൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? യൂസ് ഫുഡ് വെയർ. നമ്മൾ ചെരുപ്പിട്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, മണ്ണിലൊക്കെ ഇറങ്ങുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ചെരുപ്പ് വരുമ്പോൾ ആ മണ്ണിലുള്ള ഈ വേംസിൻ്റെ എഗ്ഗിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ കാലിൽ തട്ടി നമ്മുടെ ശരീരത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാനായിട്ട് സാധിക്കില്ല. പിന്നെയോ പ്രിവെൻറ്റ് വൂണ്ട് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സീവേജ്. നമ്മളുടെ മുറിവുകൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ശരീരത്തിലുള്ള മുറിവുകൾ കെട്ടിക്കിടക്കുന്ന ജലാശയവുമായിട്ട് സമ്പർക്കം വരുന്ന രീതികളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ എന്ത് ചെയ്യാം, എലി മൂത്രമൊഴിക്കാനോ മറ്റു കാര്യങ്ങൾ അവരുടെ വിസർജ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നുമുള്ള പാത്തോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക്, മുറിവുണ്ടാകുമ്പോൾ എന്താണ്, ആ മുറിവിൽ കൂടെ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും അല്ലെ. എലിപ്പനി മുതലായവയൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ മുറിവുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ഇറങ്ങാനോ കാല് കഴുകാനോ അങ്ങനെയൊന്നും മുറിവില്ലെങ്കിലും ചെയ്യാൻ പാടില്ല. മുറിവുണ്ടെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടും. പിന്നെയോ വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഈഫ് ഗെറ്റ് ഡേർട്ടി. നമ്മുടെ കൈയും കാലും മലിനമാകപ്പെടുമ്പോഴൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം, ആ സോപ്പ് ഉപയോഗിച്ച് കാലും കൈയും ഒക്കെ കഴുകി വൃത്തിയാക്കണം. ഇല്ലെങ്കിലോ ആ ഒരു അസുഖങ്ങൾ നമ്മളിലേക്ക് വരാനായിട്ട്, ഈ മലിനമായ കൈയും കാലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അസുഖങ്ങൾ പിടിപെടും. അസുഖങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല പിടിപെടുക, പിന്നെയോ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കൊക്കെ എന്താണ്, അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ് മൃഗങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങൾക്ക് വരുന്ന കുറച്ച് അസുഖങ്ങളുടെ പേരുകളാണ്: നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പുചീയൽ അല്ലേ. ഇതൊക്കെ മൂലം എന്ത് സംഭവിക്കുക, ആ ചെടികൾ നശിച്ചു പോവാറുണ്ട്. ചിലതെന്താ കൂട്ടത്തോടുകൂടി നശിച്ചു പോകും അല്ലേ. ഇപ്പോൾ ചില ഫാമുകളിലൊക്കെ എന്താണ്, പക്ഷിപ്പനിയൊക്കെ വരുമ്പോൾ കൂട്ടത്തോടുകൂടി ആ കോഴികളെല്ലാം ചത്തുപോവാറുണ്ട്. അതുപോലെ പേവിഷബാധ, കുളമ്പു രോഗം, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, മൃഗങ്ങൾക്ക് വരുന്ന അസുഖങ്ങളാണ്. പിന്നെ പക്ഷിപ്പനി, ഇതൊക്കെ എന്താണ്, മൃഗങ്ങൾക്ക് വരുന്ന അസുഖങ്ങളാണ്. ഹൈജീൻ ഹാബിറ്റ്, ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാ? ഈസ് നോട്ട് പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവിറോൺമെൻറ്റൽ ഹൈജീൻ ഓഫ് എ ഹെൽത്തി ലൈഫ്. നമ്മൾ പരിസ്ഥിതി മാത്രം ശുചിയാക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് എന്ത്, നമ്മളുടെ ശരീരം ശുചിയാക്കാനും. അല്ലെങ്കിൽ ശരീരം ശുചിയാക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് വേണം, നമ്മുടെ ചുറ്റുപാടും ശുചിയായി സംരക്ഷിക്കണം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യ ശീലങ്ങൾ എന്ന് ടിക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. ഒന്നേതാ, ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. നല്ലൊരു ശീലമാണോ അത്? വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ് ആണോ? നമ്മൾ ഭക്ഷണത്തിന് ശേഷം മാത്രമല്ല അല്ലേ, ഭക്ഷണത്തിന് മുൻപും നമ്മൾ എന്ത് ചെയ്യണം, കൈ കഴുകണം. അതല്ലേ നല്ലൊരു ഹാബിറ്റ്. അപ്പോൾ ഇതെന്താ, ഇത് റോങ് ആണല്ലേ. ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്. എന്താ, ഞാൻ പല്ല് തേക്കും എല്ലാ ദിവസവും രാത്രി ഭക്ഷണത്തിന് ശേഷം. അത് നല്ലൊരു ശീലല്ലേ, ദിവസവും രാത്രി ആഹാരത്തിന് ശേഷം പല്ല് തേക്കുന്നത്. അപ്പം അതെന്ത് ചെയ്യുക, അതൊരു നല്ല ശീലമാണ്. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യുക, ടിക്കിടാം അല്ലേ. പിന്നെയോ കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. കൈകാലിലെ നഖങ്ങൾ വെട്ടിയില്ലെങ്കിൽ എന്താ, നല്ല ശീലമാണോ? ഡു നോട്ട് ട്രിം ദ നെയിൽ ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്.
ഇത് മോശം സ്വഭാവമാണല്ലേ. അത് നമ്മൾ എന്താണ്, നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ ഈ പാത്തോജൻസ് ഒക്കെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ടിക്കിടാൻ പറ്റുമോ? ഇല്ല. യൂസ് ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. നമ്മൾ പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യണം? പാദരക്ഷകൾ യൂസ് ചെയ്യണം. അതൊരു നല്ലൊരു ശീലല്ലേ. അപ്പം നമുക്കതിന് എന്ത് ചെയ്യാം? ടിക്കിടാം അല്ലേ. പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്തുണ്ട്? ചെരുപ്പിടാറുണ്ട്, അത് ടിക്കിടാം. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ നോവ്ഡ് ബൈ ബേർഡ്സ്. പക്ഷികൾ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ കടിച്ച് പഴങ്ങൾ നമ്മൾ കഴിക്കാൻ പാടുണ്ടോ? അത് ഗുഡാണോ? ഗുഡ് ഹാബിറ്റ് ആണോ? അല്ല അല്ലേ. പിന്നെ ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ. നമ്മൾ തുറന്നു വെച്ച പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. ഡു നോട്ട് കൺസ്യൂം. അപ്പം അത് നല്ലൊരു ഹാബിറ്റ് അല്ലേ? ആണല്ലേ. അപ്പം നമുക്കത് എന്ത് ചെയ്യാം? ടിക്കിടാം. പിന്നെയോ പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. നല്ല ഹാബിറ്റ് ആണോ? അല്ല, അതൊരു ബാഡ് ഹാബിറ്റ് ആണല്ലേ. പിന്നെയോ ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കും. അതെന്താ? നല്ലൊരു ഹാബിറ്റ് ആണല്ലേ. അപ്പം ഇതിലേതൊക്കെയായിരുന്നു നല്ലത്? വാഷ് ഹാൻഡ് ഓൺലി, അതല്ല. പിന്നെയോ ബ്രഷ് ടീത്ത്, രണ്ടാമത്തെ അല്ലേ. ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്, അതൊരു നല്ലൊരു ഹാബിറ്റ് ആണ്. പിന്നെ യൂസ് ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്, അത് നല്ലൊരു ഹാബിറ്റ് ആണ്. പിന്നെയോ ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ. ബാത്ത് ഡെയിലി, ദിവസവും കുളിക്കുക, ഇതൊക്കെ ഏതാണ്? നല്ല ഹാബിറ്റ് ആണ്. ദിവസവും രാത്രി ആഹാരത്തിന് ശേഷം പല്ല് തേക്കാറുണ്ട്. പിന്നെയോ പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. തുറന്നു വെച്ചിരിക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. ഈ 4 എന്താണ്? ഗുഡ് ഹാബിറ്റ് ആണ് അല്ലേ. ആരോഗ്യത്തിന് ആരോഗ്യശീലങ്ങളാണ്, നല്ല ആരോഗ്യശീലങ്ങളാണ് ഇതൊക്കെ. അപ്പം അതൊക്കെ ടിക്ക് ചെയ്യാം കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ടയാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.